എല്ലാവർക്കും അടുക്കള രുചിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഇലയപ്പമാണ്. റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ഗോതമ്പ് പൊടിയും കുറച്ച് ചക്കയും ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. റേഷൻ കടയിലെ ഗോതമ്പ് പൊടി വേണമെന്നൊന്നുമില്ല, അതുള്ളത് കൊണ്ട് അത് വെച്ച് ചെയ്യുന്നേ ഉള്ളൂ. ഇലയപ്പത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ: വരിക്ക ചക്ക അരച്ചത്, ശർക്കര ഉരുക്കി അരിച്ചെടുത്തത്, ജീരകം, തേങ്ങാക്കൊത്ത്, അരമുറി തേങ്ങ ചിരകിയത്, ഉപ്പ്, ഗോതമ്പ് പൊടി, പിന്നെ പരത്താൻ ആവശ്യത്തിന് കുറച്ച് വട്ടയില എടുത്തിട്ടുണ്ട്. വട്ടയില ഇല്ലെങ്കിൽ വാഴയില എടുക്കുക. ചക്കപ്പഴം ഇല്ലെങ്കിൽ അതിന് പകരം ഏതെങ്കിലും പഴം ഉപയോഗിക്കാം. ഏത്തപ്പഴം ചേർത്താലും നല്ല ടേസ്റ്റ് ആണ്. പാത്രത്തിലേക്ക് ആ കവറിലെ പകുതി ഭാഗം ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചക്ക അരച്ചത് ഇടാം. ഇപ്പോൾ ചക്ക ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത്, ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്തും ജീരകവും കൂടെ ചേർക്കാം. ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് പരുവം. ശർക്കരപ്പാനി ഒഴിച്ചു കഴിഞ്ഞ് കുറച്ച് വെള്ളവും കൂടെ ചേർത്താണ് ഇതുപോലെ കുഴച്ചെടുത്തത്. ശർക്കരപ്പാനി കുഴയ്ക്കാൻ തികഞ്ഞില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി. കയ്യിൽ സ്വല്പം എണ്ണയോ വെള്ളമോ തൊട്ട ശേഷം ഇതുപോലെ പരത്തുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല. പരത്തുമ്പോൾ നന്നായി കനം കുറച്ച് പരത്തണം. ഞങ്ങൾ ഇതിൽ ഫില്ലിംഗ് ഒന്നും വെക്കുന്നില്ല. നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ തേങ്ങയും ശർക്കരയും കൂടെ ഉള്ള മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അടക്കുക. ഇതിനകത്ത് ശർക്കര പാനിയുടെ മധുരവും ചക്കയുടെ മധുരവും ഒക്കെ ഉള്ളത് കൊണ്ട് ഇതിന് നല്ല മധുരം ഉണ്ട്. ഇനി നമുക്കിത് മടക്കിയെടുക്കാം. ഇതേപോലെയാണ് മടക്കേണ്ടത്. ഇതുപോലെ മടക്കിയ ശേഷം ഒരു ഇഡലി തട്ടിലേക്ക് വെച്ച് പുഴുങ്ങിയെടുക്കണം. ഇതുപോലെ മറ്റേ ഇലയിലും കൂടെ ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ മടക്കി വേണമെങ്കിൽ പുഴുങ്ങിയെടുക്കാം. പരത്തിയതെല്ലാം ഒരു ഇഡലി പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം.
ഇപ്പോൾ നമ്മുടെ ഇലയപ്പം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇലയുടെ എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റാണ്. ഇതിന് ഒരുപാട് മധുരമൊന്നുമില്ല. നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇടയ്ക്ക് തേങ്ങയും ശർക്കരയും കൂടെ ഉള്ള ഫില്ലിങ് വെക്കുക. വട്ടയില കിട്ടുകയാണെങ്കിൽ വട്ടയിലയിൽ തന്നെ ഈ ഇലയപ്പം ഉണ്ടാക്കണം. കാരണം വട്ടയിലയിൽ പുഴുങ്ങുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും നന്ദി.